ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? എങ്ങനെ സുഖമായിരിക്കുന്നില്ലേ? നമ്മൾ രാവിലെ വന്ന് ടി വി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2 പേരെ കൊന്നു, 3 പേരെ കൊന്നു, കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുന്നു. ഇത് മാത്രമാണ് ഇപ്പോൾ ന്യൂസ്. ആ ടി വി ഓപ്പൺ ചെയ്ത് ന്യൂസ് കാണാനും ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ചേച്ചിക്ക് ഒരു ചാനലുണ്ട്, ന്യൂസ് മാത്രം ഇടുന്നത്. പക്ഷേ ഈ കൊല്ലുന്നത് മാത്രമായിട്ട് ചേച്ചി ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല ആ ചാനലിൽ. നല്ല എന്തെങ്കിലും നല്ല ചെയ്തികൾ, നല്ല വാർത്തകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇത് കൊല്ലുന്നത് മാത്രം കണ്ടുകൊണ്ട് മനസ്സേ ഒരു ഇതായിപ്പോയി. അപ്പോൾ ചേച്ചി എപ്പോഴും പറയാറുണ്ട് ഈ കള്ള ജ്യോത്സ്യന്മാരെ കുറിച്ച്. അങ്ങനെ പറയുമ്പോൾ കുറേ പേർക്കെങ്കിലും അത് ദേഷ്യം വരും. പക്ഷേ ചേച്ചി പറയുന്നതിനോട് എന്താണ് തെറ്റ്? ഈ ജ്യോത്സ്യന്മാരെ കാരണമല്ലേ അത്രയും പേരെ കൊല്ലേണ്ടി വന്ന ചെന്താമരന്. അദ്ദേഹത്തിനെ ചുമ്മാതെ ഒത്തിരി ആഭിചാര ക്രിയകളൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ മൈൻഡ് വേറെയാക്കി മുടിയുള്ളവരെല്ലാം അയാൾ കൊല്ലാൻ ആരംഭിച്ച്. ഇങ്ങനെയൊക്കെ ഓരോരുത്തരുടെ മനസ്സ് മാക്കിയെടുക്കുന്ന ഈ ജ്യോത്സ്യന്മാരെ വേണം മുമ്പേ ശിക്ഷിക്കാൻ. ചെന്താമരയ്ക്ക് മാത്രമല്ല ശിക്ഷ കൊടുക്കേണ്ടത്, അദ്ദേഹത്തിന് അതിനകത്തോട്ട് തള്ളിവിട്ട ആ ജ്യോത്സ്യനും ഇതിനകത്ത് പങ്കുണ്ട്. 10 പേരെങ്കിലും പോകുമ്പം 10 പേര് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ 2 പേരെങ്കിലും അവരുടെ മനസ്സ് ആ ജ്യോത്സ്യന്മാർ പറയുന്നതിനോട് അഡിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ലഹരിക്ക് അടിമയായി കുഞ്ഞു കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ വരെ ലഹരിക്ക് അടിമയായി മയക്കുമരുന്നും കഞ്ചാവും എല്ലാം ഉപയോഗിച്ചിട്ട് അവരുടെ ഭാവി വരെ അവർ ശിഥിലമാക്കി കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കൊണ്ടു കൊടുക്കുന്നവർക്ക് പണം കിട്ടും. പക്ഷേ അവർ ഓർക്കുന്നില്ല അവരുടെ വീട്ടിലും ഉണ്ട്, കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടെന്ന്. അവരത് ഓർക്കുന്നില്ല. അവർക്ക് പണമാണ് മുഖ്യം. എന്നാൽ ചോദിക്കും, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഈ തൊഴിൽ മാത്രം ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എത്രയോ തൊഴിലുകളുണ്ട് വേറെ. നാളേക്കുള്ള വരും തലമുറകളും ഈ ലഹരിക്കൊന്നും അടിമയാവാതെ നല്ലൊരു ലൈഫ് അവർക്ക് കെട്ടിപ്പടുത്താൻ കഴിയട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ ഈ അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ. ഈ സമൂഹത്തിൽ, ഇപ്പോഴുള്ള സമൂഹത്തിൽ ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം പകുതി പേരും ലഹരിക്ക് അടിമയാണ് ഇപ്പോൾ. ചെറിയ പിള്ളേർ തൊട്ട്. കാരണം അവരറിയുന്നില്ല, അവർക്ക് മുട്ടായി രൂപേണേ ചോക്ലേറ്റ് രൂപേണേ അവർക്ക് വാങ്ങി കൊടുത്തിട്ട് അവരെ അതിനകത്തോട്ട് അഡിക്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഓരോരുത്തർ സ്കൂളിലായാലും പൊതു ഇടങ്ങളിലായാലും ഇത് കഴിച്ചാലുണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്ത് അതിനകത്തോട്ട് പോകുന്ന ആൾക്കാരെ, ആ കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ഒരാളെങ്കിലും നമുക്കതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമാണ്. അങ്ങനെ എല്ലാവരും ചെയ്യണം. ഒരാൾ വിചാരിച്ചാലൊന്നും നേരെ ആവത്തില്ല, എല്ലാവരും വിചാരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സമൂഹം ഒന്നടങ്കം നിന്നെങ്കിൽ മാത്രമേ നല്ല ഒരു നാടാക്കി മാറ്റാൻ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ ചേച്ചി ഇന്നലെ വരെ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 27 നക്ഷത്രക്കാരുടെ ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ അതിനെക്കുറിച്ചാണ്. അതുപോലെ ഇന്നലെ പറഞ്ഞു നിർത്തിയത് പൂര നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇനി അടുത്തത് ഏത് നക്ഷത്രം നിങ്ങൾക്ക് പറയാമോ? ഏതാ? അടുത്തത് ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രത്തിൻ്റെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് ശാസ്താവാണ്. അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 1 ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അവരുടെ ഭാഗ്യ കളർ എന്ന് പറയുന്നത് ചുവപ്പ്, പച്ച, കാവി കളറ്. ഭാഗ്യരത്നം എന്ന് പറയുന്നത് മാണിക്യമാണ്. അപ്പോൾ ഒന്നും കൂടെ ചേച്ചി പറയാം. ഉത്തര നക്ഷത്രത്തിൻ്റെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് ശാസ്താവാണ്. ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 1. ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഭാഗ്യ കളർ എന്ന് പറയുന്നത് ചുവപ്പ്, പച്ച, കാവി കളറ്. ഭാഗ്യരത്നം എന്ന് പറയുന്നത് മാണിക്യമാണ്. നിങ്ങൾ ഏതെങ്കിലും വണ്ടിയോ മൊബൈലൊക്കെ എടുക്കുകയാണെങ്കിൽ കൂട്ടുമ്പോൾ 1 വരുന്ന സംഖ്യ നോക്കി നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇൻ്റർവ്യൂവിനോ എക്സാമിനോ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ചേച്ചി പറഞ്ഞ കളറുള്ള ഷർട്ടുകളൊക്കെ ധരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉപാസനമൂർത്തിയായ ശാസ്താവിനെ നിങ്ങൾ ആരാധിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് മാണിക്യം കല്ല് മേടിച്ച് നിങ്ങളുടെ വിരലിൽ അണിയാനും ശ്രമിക്കുക. ചേച്ചി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉപാസനമൂർത്തികളെ കുറിച്ചാണ്. ഓരോ നക്ഷത്രത്തിന് നക്ഷത്രാധിപൻ എന്ന് പറയുന്ന വേറെ ഭഗവാനുണ്ട്. ഇത് ഉപാസനമൂർത്തിയെ പറ്റിയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചേച്ചി ഇപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും അവരവരുടെ നക്ഷത്രത്തിന് പറഞ്ഞ് എന്താണോ അതനുസരിച്ച് ഓരോരുത്തരും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ 2024 നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറി 2025 നിങ്ങൾക്കൊരു നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ചേച്ചി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ചേച്ചി
ചേച്ചിയുടെ പ്രയർ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. അതുവരേക്ക് ചുമ കാരണം ഇപ്പോൾ എത്ര രാവിലെ തൊട്ടേ വീഡിയോ ഇടാൻ നോക്കുക. ചുമ വരുന്ന കാരണം ചേച്ചിക്ക് വീഡിയോയിലോ ഒന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ നിർത്തി എന്തായാലും ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത്. അപ്പോൾ ചേച്ചി പോയിട്ട് വരാം. ഉച്ചയ്ക്കലത്തേക്ക് വല്ലതും വെക്കണം ആഹാരം. പോയിട്ട് വരാം.